മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് പൂർണ്ണമായും തകർച്ചയിലേക്ക്. തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് രാജ്യസഭാ എം.പി ചിക് ബറേക് ഉൾപ്പെടെ രാജിവെച്ചു കഴിഞ്ഞു. ഇതോടെ അടുത്ത ദിവസങ്ങളിൽ രാജിവെച്ച തൃണമൂൽ കോൺഗ്രസ് എംപിമാരുടെ എണ്ണം 3ആയി. പാർട്ടിയുടെ അസമിൽ നിന്നുള്ള നേതാവും രാജ്യസഭാ എംപിയുമായ സുസ്മിത ദേവ് ഇന്നലെ രാജിവെച്ചിരുന്നു. ബറേക്കിന്റെ രാജിയോടെ രാജ്യസഭയിൽ പാർട്ടിയുടെ അംഗബലം 10ആയി കുറയും. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ എംപിമാർ പാർട്ടി വിടുമെന്നാണ് റിപ്പോർട്ട്. അങ്ങനെ സംഭവിച്ചാൽ പാർട്ടി തകർച്ചയിലേക്ക് കൂപ്പുകുത്തും. എംപിമാർ പാർട്ടി വിടുന്നത് തടയാൻ മമതാ ബാനർജി ഡൽഹിയിൽ തമ്പടിച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും ഏശുന്നില്ല എന്നതിന് തെളിവാണ് കൂടുതൽ നേതാക്കൾ പാർട്ടി വിടുന്നത്. ബംഗാളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നവര് മമതയുടെ അടുത്ത സഹയാത്രികരായിരുന്നവരാണ്. പാർട്ടി വിടുന്നവരിൽ ഏറെയും തൃണമൂലിനെ ഇല്ലാതാക്കാനുള്ള ബി.ജെ.പിയുടെ നീക്കമാണ് ഇതെന്നാണ് മമത ആരോപിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിലെ 28 ലോക്സഭാ എംപിമാരിൽ 19 പേർ ലോക്സഭയിൽ ബി.ജെ.പിക്ക് പിന്തുണ നൽകുന്ന പ്രത്യേക ബ്ലോക്കാകും. 2 എംപിമാർ മാറുന്നതിനാൽ കൂറുമാറ്റ നിരോധന നിയമവും നടപ്പാക്കാനാകില്ല. തൃണമൂലിന്റെ താരപ്രചാരകരിൽ ഒരാളായ സയോണി ഘോഷും വിമത ഗ്രൂപ്പിലുണ്ട്. അതേസമയം തൃണമൂലുമായി ലയനത്തിന് തയ്യാറല്ലെന്ന് കോൺഗ്രസും വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണി യോഗത്തിനായി ഡൽഹിയിലെത്തിയ മമതയും മരുമകൻ അഭിഷേക് ബാനർജിയും കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും കണ്ടതിന് പിന്നാലെയാണ് ലയനത്തിന് തയ്യാറല്ലെന്ന വാർത്ത പ്രചരിച്ചത്. തൃണമൂൽ ലയനത്തിന് താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. 2011 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തൃണമൂലിന് പിന്തുണ നൽകിയിരുന്നു. അതിനുശേഷം ദേശീയ തലത്തിൽ ബി.ജെ.പി വിരുദ്ധ മുന്നണികളായി പ്രവർത്തിച്ചെങ്കിലും ബംഗാളിൽ ഇരു പാർട്ടികളും എതിർപക്ഷക്കാരായിരുന്നു.